മീറ്റിംഗിൽ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളെ എല്ലാവരെയും ക്രിസ്തയേശുവിന്റെ അതുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉള്ള കൃപയ്ക്കായി നമുക്ക് കർത്താവിന് നന്ദി കരയേറ്റാം. പാടുവാൻ, ഉയർത്തുവാൻ, ആരാധിക്കുവാൻ സ്വർഗം നമ്മളെ സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടിയുള്ള ദൈവിക കരുതലുകൾ ശ്രേഷ്ഠമാണ്. പ്രൈസ് ദി ലോർഡ്. അതിൽ നമുക്ക് ആശ്രയിക്കാം. ആമേൻ. കർത്താവ് ഈ ദിവസങ്ങൾ നമുക്കായി കരുതി വെച്ചിരിക്കുന്നതിനെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ നോക്കി പാർത്ത് ദൈവസന്നിധിയിൽ കൃപയിൽ നിലനിന്ന് മുന്നേറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഫിലിപ്പിയ ലേഖന പഠനത്തിലേക്കാണല്ലോ നാം ഇന്ന് സായാഹ്നം കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 ക്ലാസ്സുകൾ നമ്മൾ ചിന്തിച്ചു. ദൈവവചനം അതിലൂടെ ധ്യാനിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചു. അതൊക്കെയും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും നമുക്ക് ഇടയ്ക്ക് കുറച്ച് മീറ്റിങ്ങുകൾ കാരണമുള്ള ഗ്യാപ്പുകൾ വന്നപ്പോൾ പലപ്പോഴും എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനത്തെക്കുറിച്ച് പഠിച്ച കാര്യങ്ങൾ ഇതുവരെ പഠിച്ചത് വേഗത്തിൽ നമ്മൾ നോക്കി പോവുകയാണ്. പൗലോസ് അപ്പോസ്തലന്റെ കാരാഗൃഹ ലേഖനങ്ങളിൽ ഒന്നാണ് ഫിലിപ്പിയ ലേഖനം. റോമൻ കാരാഗൃഹത്തിൽ ആയിരുന്ന വേളയിൽ എഴുതിയ 4 ലേഖനങ്ങൾ എഫേഷ്യൻസ്, ഫിലിപ്പിയൻസ്, കൊലോഷ്യൻസ് ആൻഡ് ഫൈലിമൻ. ഇതാണ് കാരാഗൃഹ ലേഖനങ്ങളെന്ന് പഠനാർത്ഥം വിളിക്കുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ 2ാം മിഷണറി യാത്രയിൽ ആണ് ഈ ഫിലിപ്പിയിലുള്ള ദൈവസഭ സ്ഥാപിക്കാൻ ദൈവം മുഖാന്തരം ഒരുക്കിയത് എന്ന് നാം അതിന്റെ പശ്ചാത്തലം, സഭയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാനിടയായി. 1ാം മിഷണറി യാത്രയിലെ സ്ഥാപിച്ച സഭകളെ സന്ദർശിക്കാനാണ് പോയത്. പക്ഷേ പൗലോസ് അപ്പോസ്തലന് ദൈവം ഒരു പ്രത്യേക ദർശനം കൊടുത്തു. ഏഷ്യ മൈനറിലേക്ക് പോകാതെ മാസിഡോണിയയിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോകാനായിട്ട് തന്നെ സ്വപ്നത്തിൽ ദൈവം ഇടപെടുവാനിടയായി. അങ്ങനെ ആദ്യമായിട്ട് യൂറോപ്പിൽ പൗലോസ് സുവിശേഷവുമായിട്ട് എത്തിച്ചേർന്നു. അവിടെ ലുദിയ എന്ന ഒരു സ്ത്രീയും കുടുംബവുമാണ് ആദ്യ ഫലമായിട്ട് രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്നത്, അല്ലെങ്കിൽ ദൈവസഭ ഉരുവാകാൻ കാരണമായത്. ആ സഹോദരിയുടെ ഭവനത്തിൽ വച്ച് ആദ്യത്തെ സഭ അവിടെ ആരംഭിച്ചു. യൂറോപ്പിലെ ആദ്യത്തെ ക്രിസ്തീയ സഭ, റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന സഭ ആരംഭിച്ചു. യെരുശലേമിൽ പെന്തക്കോസ്താളിൽ വന്ന് കൂടിയ പലരും പോയിടത്ത് അവർ ചെന്നിടത്ത സഭകളൊക്കെ യൂറോപ്പിൽ ഉൾപ്പെടെ ഒരുപക്ഷെ ഉണ്ടാക്കിയിരിക്കുമെന്നൊക്കെ സൂചനകളുണ്ട്. പക്ഷെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രേഖ അനുസരിച്ച് ആദ്യത്തെ സഭ ഈ ലുദിയയുടെ ഭവനത്തിൽ വെച്ച് ആണ്, ഫിലിപ്പിയ പട്ടണത്തിൽ വെച്ച് ആണ് രൂപം കൊള്ളുവാനിടയായത്. അതിനെ തുടർന്ന് ചില പ്രതികൂലങ്ങൾ അവിടെ പൗലോസും ശീലാസും ഒക്കെ നേരിടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അത് നിമിത്തം അടിയേറ്റ്, മുറിവേറ്റ്, നഗ്നരാക്കപ്പെട്ട് കാരാഗൃഹത്തിലായി. പക്ഷേ ആ കാരാഗൃഹത്തിൽ അർദ്ധരാത്രി പാടുകയും പ്രാർത്ഥിക്കുകയും കർത്താവിനെ ഉയർത്തുകയും ചെയ്ത തന്റെ ദാസന്മാരുടെ നടുവിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. ആ കാരാഗൃഹ പ്രമാണിയും കുടുംബവും അന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് കർത്താവിനോട് ചേരുന്ന വിധത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തിയോടെ വെളിപ്പെട്ടു. മാത്രമല്ല പൗലോസിനെയും ശീലാസിനെയും അവിടുത്തെ ന്യായാധിപന്മാർ നേരിട്ട് വന്ന് സ്വതന്ത്രരാക്കി അവരെ പറഞ്ഞയച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇതാണ് ഫിലിപ്പിയ സഭ ഉരുവാകുവാനും അതിനെ തുടർന്ന് നടന്ന സംഭവങ്ങളെയും കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം പൗലോസ് 2 തവണയെങ്കിലും ഫിലിപ്പിയ പട്ടണവും സഭയും സന്ദർശിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസിന് വളരെ ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു സഭയാണ് ഈ സഭ. വളരെ ഒരു മോഡൽ ചർച്ച് എന്ന് പറയാൻ കഴിയും വിധത്തിൽ ഒരുപക്ഷെ അന്ത്യോക്യയിലെ സഭയെ പോലെ, അല്ലെങ്കിൽ അതിനോട് എല്ലാ കാര്യങ്ങളും അതുപോലെ അല്ലെങ്കിലും പല കാര്യങ്ങളും അതിനോട് കിടപിടിക്കുന്ന ഒരു സഭയായി ഫിലിപ്പിയ സഭയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ ലേഖന കർത്താവ് പൗലോസ് തന്നെയാണെന്ന് അതിൻ്റെ ലേഖനത്തിന്റെ ഉള്ളടക്കത്തിൽ പറയുന്ന വാക്യങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ആദ്യ നൂറ്റാണ്ടിലും തുടർന്നുള്ള കാലഘട്ടത്തിലൊക്കെ സഭാപിതാക്കന്മാരൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകളിൽ നിന്ന് പൗലോസ് തന്നെയാണ് ഇതിന്റെ എഴുത്തുകാരൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ലേഖനം എഴുതിയത് പൗലോസിന്റെ റോമാ കാരാഗൃഹ വാസ കാലഘട്ടത്തിൽ AD 61 അവസാന പാദത്തിലായിരിക്കണം എന്ന് കരുതുന്നു. ഈ വർഷങ്ങളുടെ കണക്ക് പറയുമ്പോൾ ലേഖനങ്ങളുടെ
എഴുതിയ കാലഘട്ടം പറയുമ്പോൾ ചിലപ്പോൾ 2-3 വർഷങ്ങൾ മുൻപോട്ടും പുറകോട്ടും ഒക്കെ പലരും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും. അത് പല കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് പറയുന്നത്. അന്ന് നമ്മുടെ കയ്യിലുള്ള ഗ്രിഗോറിയൻ കലണ്ടർ അന്ന് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ കാലക്കണക്കുകളൊക്കെ അന്നത്തെ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്താണ് അതിനെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് ചിലർക്കൊക്കെ 2-3 വർഷങ്ങളുടെയൊക്കെ വ്യത്യാസം ലേഖനങ്ങളുടെ രചനാ കാലഘട്ടത്തിലുണ്ട്. ഈ ലേഖനം AD 61 അവസാന പാദത്തിലാണ് എന്ന് പൊതുവെ കൂടുതൽ പേരും അതിനോട് യോജിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ലേഖനം എഴുതി കഴിഞ്ഞിട്ട് എപ്പഫ്രാദിത്തോസ് അദ്ദേഹത്തിന്റെ പൗലോസ് അപ്പോസ്തലന്റെ കയ്യിൽ നിന്ന് ഈ ലേഖനം വാങ്ങി അത് ഫിലിപ്പിയ സഭയിൽ കൊണ്ടുവരുന്നു. ഫിലിപ്പിയ സഭയിലെ ഒരു അംഗമായിരുന്ന എപ്പഫ്രാദിത്തോസ് അത് വാങ്ങി ഫിലിപ്പിയ സഭയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങളാണ് നാം ഇതുവരെ ചിന്തിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ ഇന്ന് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക്, ലേഖനത്തിന്റെ അടുത്ത ഒരു ടൈറ്റിലേക്ക് കടക്കുകയാണ്. ഈ ലേഖനം എഴുതിയത് എന്തിന്? ദ പർപ്പസ് ബിഹൈൻഡ് ദി ലെറ്റർ. ഈ ലേഖനം എഴുതിയതിന്റെ ഉദ്ദേശ്യം എന്താണ്? നമ്മൾ വെറുതെ ഒരു എഴുത്ത് എഴുതാറില്ലല്ലോ. എഴുത്തെഴുതുന്നതിനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ ലേഖനം എഴുതിയതിനും ഒന്നിലധികം ഉദ്ദേശ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യം നന്ദി പറയുക എന്നുള്ളതാണ്. ഈ ഫിലിപ്പിയ സഭയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുക. ടു ഗീവ് താങ്ക്സ് ടു ദ ഫിലിപ്പിയൻ ചർച്ച്, അല്ലെങ്കിൽ അവിടെയുള്ള അംഗങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഈ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ അതുപോലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയോ ഒന്നുമില്ല. എഴുതിയ ആശയം കൈമാറാനുള്ള സംവിധാനം മാത്രമാണ് ഉള്ളത്. അതും എഴുതി ഏൽപ്പിച്ചാൽ മാസങ്ങൾ കഴിഞ്ഞൊക്കെ ആയിരിക്കും അവരുടെ കയ്യിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ നമുക്കും കൂടെ ഒരു മാതൃക കാണിച്ചു തരികയാണ്. വചനം പറയുന്നത് നന്ദിയുള്ളവരായിരിക്കണമെന്നാണ്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും എൻ്റെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയാറുണ്ട്, നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഹൃദയത്തിൽ നന്ദിയുള്ളവരായിരിക്കണം. അത് അവരോട് പറയാനും കഴിയുമെങ്കിൽ അത് നല്ലതാണ്. ഒരു താങ്ക് യു പറയാൻ കഴിഞ്ഞാൽ നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഔപചാരിക വാക്കുകൾ പറയാനായിട്ട് പൊതുവെ മലയാളികൾ മടിയുള്ളവരാണ്. അത് ആവർത്തിച്ച് പറയുന്നത് ചിലപ്പോൾ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തും എന്നുള്ള ഒരു വശമുള്ളപ്പോൾ തന്നെ ചില വേളകളിൽ ഒരു നന്ദി പ്രകാശനം അത് കൂടുതൽ ആ ചെയ്ത വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യാൻ കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഒരു താങ്ക്സ് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഒരാള് വന്നു, നമ്മളെ കണ്ടു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഒരു ആവശ്യ സമയത്ത് നമ്മെ ഒന്ന് സഹായിച്ചു, ഒരു താങ്ക്സ് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറഞ്ഞാൽ അതൊരു ദൈവിക സ്വഭാവമാണ്. പൗലോസ് അപ്പോസ്തലൻ അത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തെറ്റില്ലല്ലോ. അത് നല്ലൊരു കാര്യമാണ്. ബി താങ്ക്ഫുൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ലേഖനം എഴുതുന്നതിന്റെ പ്രധാന ഉദ്ദേശം സഭയ്ക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. എന്തിനാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ സഭയ്ക്ക് നന്ദി പറയുന്നത്? എന്ത് കാര്യത്തിനാണ് നന്ദി പറയുന്നത്? 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലന്റെ സുവിശേഷ ഘോഷണത്തിന്റെ ആദ്യ ദിവസം മുതൽ എന്ന് പറഞ്ഞാൽ ആ പട്ടണത്തിൽ ചെന്ന ദിവസം തുടങ്ങി, അവിടെ സുവിശേഷം അറിയിക്കാൻ തുടങ്ങിയ ദിവസം തുടങ്ങി ഇന്നു വരെ ഫിലിപ്പിയ സഭ നൽകുന്ന നിരന്തരമായ പിന്തുണയ്ക്ക്, നോട്ട് ഫോർ വൺ ടൈം സപ്പോർട്ട്, ഇറ്റ് ഈസ് റെഗുലർ കൺസിസ്റ്റിംഗ് സപ്പോർട്ട്. ഹല്ലേലൂയ. നിലനിൽക്കുന്ന തുടർമാനമായ പിന്തുണയ്ക്ക് നന്ദി പറയുകയാണ് ആദ്യ ദിവസം മുതൽ ഇന്നേ വരെ. ആ വാക്ക് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. 5-ാം വാക്യം, 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആദ്യ ദിവസം മുതൽ പൗലോസ് അപ്പോസ്തലനെ സഭ പിന്തുണയ്ക്കുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള ദൈവമക്കൾ പിന്തുണയ്ക്കുന്നത്, പല നിലകളിൽ കൈത്താങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് യഥാർത്ഥ സുവിശേഷകരെ, സത്യസുവിശേഷകരെ, ആത്മാർത്ഥമായി കർത്താവിന്റെ വേല ചെയ്യുന്നവരെ മനസ്സിലാക്കാൻ പലപ്പോഴും പ്രയാസമാണ്. എന്നാൽ ചിലരെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരുടെയും
മോട്ടീവ് വ്യത്യാസമാണ്, ലക്ഷ്യം വ്യത്യാസമാണ്. കർത്താവിനെ സുവിശേഷ വേല ചെയ്യുമ്പോൾ തന്നെ, കർത്താവിനെ അറിയിക്കുമ്പോൾ തന്നെ സ്വയപ്രശസ്തിയും സ്വന്തം വളർച്ചയും ഒക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അതൊന്നും ലക്ഷ്യമാക്കാതെ ഈ പ്രശസ്തിയും പുകഴ്ചയും ഒക്കെ തലയ്ക്ക് പിടിക്കാതെ, അല്ലെങ്കിൽ അതൊന്നും എൻ്റെ വിഷയമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ ലക്ഷ്യം കർത്താവ് എനിക്ക് തന്ന വേല തികയ്ക്കുക എന്നുള്ളതാണ് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ചുമൽ കൊടുക്കുകയും ചെയ്യുന്ന സുവിശേഷകന്മാരെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ ഒക്കെ നമ്മൾ കണ്ടാൽ അല്ലെങ്കിൽ അറിഞ്ഞാൽ അവരെ നിർലോഭം, ഹൃദയപൂർവം, ആത്മാർത്ഥമായി കഴിയും വിധത്തിൽ പിന്തുണയ്ക്കുന്നവരായി മാറണം. പ്രത്യേകിച്ച് അവരെ ഒരിക്കലും ഇകഴ്ത്തരുത്, അവരെ നിരുത്സാഹപ്പെടുത്തരുത്. ഒരു വാക്കുകൊണ്ടെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നവരായി മാറണം. ഗുഡ് തിങ്, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് താങ്കൾ ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ദൈവദാസനെ അങ്ങ് ചെയ്യുന്നുണ്ടല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊരു വാക്ക് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ പ്രോത്സാഹനമാണ്, വലിയൊരു പിന്തുണയാണ്. ഈ ഫിലിപ്പിയ സഭ അങ്ങനെയുള്ള സഭയായിരുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, സുവിശേഷകന്മാർ, ദൈവദാസന്മാർ അവര് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അവരുടെ മാനസിക സംഘർഷങ്ങൾ, അവരുടെ പശ്ചാത്തലങ്ങൾ പലതും ഒരുപക്ഷെ നമ്മളോട് പറയണമെന്നില്ല, നമ്മൾ അറിയണമെന്നില്ല. മനസ്സിൽ ഒതുക്കി അടക്കി പിടിച്ച് ആരോടും പങ്കുവയ്ക്കാതെ, ഒരുപക്ഷെ ഞാൻ പറഞ്ഞാൽ അതിനെ നെഗറ്റീവായി കാണുമോ, കേൾക്കുമോ, എടുക്കുമോ, ചിലപ്പോൾ പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹത്തോടെ പറയുന്നത് പോലും വേറെ ആശയത്തിൽ ചിന്തിക്കുമോ എന്നൊക്കെ ചിന്തിച്ച്, പിന്നെ തൻ്റെ പലവിധ പ്രതിസന്ധികളെ ഉള്ളിൽ ഒതുക്കി ഞാൻ ഇതിനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്ന ചിന്തയോടെ വെല്ലുവിളികളെ ഗണ്യമാക്കാതെ, അല്ലെങ്കിൽ അതിനെയൊക്കെ സഹിച്ചുകൊണ്ട് വേല ചെയ്യുന്ന പലരെയും ചിലപ്പോ അവർക്ക് വേണ്ടി അവരുടെ പ്രശസ്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്ക് അതാണല്ലോ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അറിയാത്തവരായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അറിഞ്ഞാലും അത് ചെയ്യാത്തവരായിരിക്കും, അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അവരായിട്ട് ഫ്ലക്സ് അടിക്കാനും നോട്ടീസ് അടിക്കാനും അവരുടെ പേരും ഫോട്ടോയും ഒന്നും അവരായിട്ട്, വേറെ വല്ലവരും ഒക്കെ ചെയ്താലും ഒക്കെ, അവരായിട്ട് ഇതൊന്നും ചെയ്യാതെ, ഇതൊന്നും അല്ല എൻ്റെ ഫോക്കസ്, എന്നെ വിളിച്ച വേല തികയ്ക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് കണക്ട് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളെ കാണിച്ചു തന്നാൽ, നമ്മൾ അവരെ കൈവിട്ട് കളയരുത്. ഞാൻ ഓർപ്പിച്ചത് കൈവിട്ട് കളയരുതെന്ന് പറഞ്ഞാൽ, നമ്മെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവരെ പിന്തുണയ്ക്കണം. ഞാൻ പറഞ്ഞതുപോലെ അത് വാക്കുകൊണ്ടാകട്ടെ, പ്രാർത്ഥന കൊണ്ടാകട്ടെ. വല്ലപ്പോഴും ഇന്ന് ഇതുപോലെ എഴുത്തെഴുതേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിലും നമുക്ക് നിമിഷങ്ങൾ കൊണ്ട്, ഇപ്പോ ഇവിടെ നിന്ന് അയച്ചാൽ ഒരു സെക്കൻഡിനുള്ളിൽ അവരുടെ അടുക്കിലേക്ക് മെസ്സേജ് എത്തുന്ന, ദൈവദാസനെ ഹൗ ആർ യു, ഞാൻ 15 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് താങ്കളെ കണ്ടപ്പോൾ മുതൽ അങ്ങ് കർത്താവിന്റെ വേലയിലാണ്. ഈ 20 വർഷം കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് ദൈവം നിങ്ങളെ ബലപ്പെടുത്തിയല്ലോ, നിലനിന്നല്ലോ, എത്രയോ പേര് ഇട്ടേച്ചു പോയി, നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞൊരു പ്രോത്സാഹന വാക്ക് ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നു എന്നൊക്കെ ഒന്ന് പറയാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. നമുക്ക് സുവിശേഷ വേലയിൽ ചെയ്യാൻ പറ്റുന്ന, നേരിട്ടല്ലാതെ പരോക്ഷമായി ചെയ്യാൻ പറ്റുന്ന ഒരു സുവിശേഷ വേലയാണത്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലനെ തുടക്കം മുതൽ തന്റെ ശുശ്രൂഷയിലുടനീളം എല്ലാ കാലവും പിന്തുണയ്ക്കുന്ന ഒരു സഭ. എത്ര അനുഗ്രഹമാണ്, എത്ര മനോഹരമാണ് അത് കേൾക്കാൻ തന്നെ, അല്ലെ? പ്രൈസ് ദി ലോർഡ്. ആ സഭയുടെ കൺസിസ്റ്റൻസി കൂടെയാണ് അത് കാണിക്കുന്നത്. സഭയുടെ കാഴ്ചപ്പാടിന്റെ, വിഷന്റെ കൺസിസ്റ്റൻസി കൂടെയാണ് അത് കാണിക്കുന്നത്. ഹല്ലേലൂയ. ആ സഭയെ എന്തിനു വേണ്ടി കർത്താവ് വിളിച്ചിരിക്കുന്നു എന്നവർ തിരിച്ചറിഞ്ഞു എന്നതുകൂടെയാണ് അത് കാണിക്കുന്നത്. അവരതിനോട് വിശ്വസ്തരായിരുന്നു, നീതി പുലർത്തി എന്നതുകൂടെയാണ് അത് കാണിക്കുന്നത്. ഹല്ലേലൂയ. നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത്, തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കട്ടെ. എബനേസർ സിറ്റി ചർച്ചിനെ ഈ മെൽബൺ പട്ടണത്തിൽ കർത്താവ് ഒരുക്കിയത്, നട്ടത്, നനച്ചത്, വളർത്തിയത് എന്തിനു വേണ്ടിയാണ്? എന്താണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഹിതം എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്ന് ചിന്തിക്കാനും അത് ഗ്രഹിക്കാനും, ദൈവത്തിൽ നിന്ന് അത് ദൈവവചനത്തിലൂടെയും ദൈവിക ആലോചനകളിലൂടെയും മനസ്സിലാക്കിയെടുക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. കാഴ്ചപ്പാട് ദൈവം നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ ഇതുവരെ നമ്മൾ ചെയ്തു പോന്നിട്ടുള്ളതിനകത്തൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ ദർശനം ഉണ്ടായിരിക്കാം. അത് പ്രിസൈസ്ഡ് ആയിട്ട്
ക്ലിയർ ആയിട്ട് നമ്മൾ ഇതുവരെ ഒരു പക്ഷേ അത് മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം. നമ്മൾ ഈ സഭ ഉരുവായത് മുതൽ ഈ ഒരു ദശാബ്ദത്തിലേറെ, പതിറ്റാണ്ടിലേറെ ഈ സഭയെ ദൈവം നടത്തിയത്, ഉപയോഗിച്ചത്, കരുതിയത്, നിലനിർത്തിയത് ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, മിഷൻ ഫീൽഡുകളെ പിന്തുണയ്ക്കാൻ വേണ്ടി, അങ്ങനെ നിരാശയിൽ, ഭാരത്തിൽ, വേദനയിൽ ഇരിക്കുന്ന പലർക്കും ആശ്വാസമായി, അനുഗ്രഹമായി ഒക്കെ ഈ സഭ പ്രയോജനപ്പെട്ടത്. ഇതെല്ലാം ഈ സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ, ഗോഡ്സ് വിഷന്റെ ഭാഗമാണ്. ഒരുപക്ഷെ അതിനെ നമ്മൾ ഇതുവരെയും കൃത്യമായ ഒരു ഫ്രെയിമിനകത്ത് ഡിഫൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ലായിരിക്കാം. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവം അതിനായിട്ട് നമുക്ക് കൃപ തരട്ടെ. എന്തിനു വേണ്ടി എബനേസർ സിറ്റി ചർച്ചിനെ കർത്താവ് തെരഞ്ഞെടുത്തു, ഈ ദേശത്താക്കിയിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് വരെ ഈ സഭ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് ഈ സഭയെക്കുറിച്ചുള്ള പദ്ധതിയും ഉദ്ദേശ്യവും എന്താണ് എന്ന് ചിന്തിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട്, ദൈവം അത് വെളിപ്പെടുത്തി തരാനായിട്ട്, വിവിധ മുഖാന്തരങ്ങളിലൂടെ, വിവിധ നിലകളിൽ ദൈവം അത് വെളിപ്പെടുത്തി തരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ വഴി നടത്തുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ ഫിലിപ്പ്യ സഭയ്ക്ക് കൃത്യമായ ഒരു ദർശനം ഉണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് ആ സഭയ്ക്കകത്തുള്ളവരെ, ശുശ്രൂഷകളിൽ പലരെയും വളർത്തിയെടുക്കുകയുണ്ടായി. എപ്പഫ്രാദിത്തോസിനെ പോലെ വിശ്വസ്തരായ ചിലരെ, പൈസയും കൊടുത്ത് വിടണമെങ്കിൽ വിശ്വസ്തരായ ആൾക്കാരല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പൗലോസിനെ സഹായിക്കാൻ കാശും കൊടുത്ത് വിടുമ്പോഴേക്കും ഈ പൈസയായിട്ട് പുള്ളി മുങ്ങിക്കളഞ്ഞാലോ, ഇടയ്ക്ക് മീഡിയേറ്റർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയാലോ. പക്ഷെ അതൊന്നുമില്ല, വിശ്വസ്തരായ ചിലരെ സഭ ഒരുക്കിയെടുത്തു. സഭയുടെ കാഴ്ചപ്പാടിന്റെ ഗുണമാണത്. ദൈവവേലയ്ക്ക് വേണ്ടി പുതിയ പട്ടണങ്ങളിൽ, പുതിയ ദേശം, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പുതിയ പ്രദേശങ്ങളിൽ, പുതിയ ദേശങ്ങളിൽ, ഇതുവരെ സുവിശേഷം എത്താത്ത ഇടത്ത് സുവിശേഷം എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷേ അവിടെ പോകുന്ന അപ്പോസ്തലനായ പൗലോസിനെ ഞങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഒരു സഭ ഉളവാകുവാനും, ഞങ്ങൾ വിശ്വാസത്തിൽ വരുവാനും ദൈവം ഉപയോഗിച്ച ആ അപ്പോസ്തലൻ ചെല്ലുന്നിടത്തും അതുപോലുള്ള ദൈവപ്രവർത്തികൾ വെളിപ്പെടുമ്പോൾ അദ്ദേഹത്തിന് മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മുടക്കം വരാതെ, ഉണ്ണാനും ഉടുക്കാനും ഒക്കെ ആവശ്യമായിട്ട്, യാത്ര ചെയ്യാനും ഒക്കെ ആവശ്യമായ സഹായമൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമായി, ഒരു മിഷൻ മൈൻഡഡ് ചർച്ചായി, മിഷൻ ഓറിയന്റഡ് ചർച്ചായി നമുക്ക് ഈ ഫിലിപ്പിയ സഭയെ കാണാനായിട്ട് കഴിയും. പൗലോസ് അപ്പോസ്തലൻ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഒന്നാം നാൾ മുതൽ ഇതുവരെ സുവിശേഷ ഘോഷണത്തിൽ തന്ന പിന്തുണയ്ക്ക് നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. അപ്പൊ ഈ ലേഖനം എഴുതുമ്പോൾ ആദ്യത്തെയും അല്ലെങ്കിൽ പ്രാഥമികവുമായ ലക്ഷ്യം, ഉദ്ദേശ്യം സഭ നൽകുന്ന നിർലോഭമായ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുവാൻ വേണ്ടിയാണ്. 4:15 നമുക്കത് കാണാനായിട്ട് കഴിയും. 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ അദ്ദേഹം വളരെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ റോമൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ, തടവിലായിരിക്കുമ്പോൾ പോലും കൊടുത്തയച്ച ദാനങ്ങൾക്ക് നന്ദി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എപ്പഫ്രാദിത്തോസിന്റെ കൈവശം കൊടുത്തുവിട്ട ദാനങ്ങൾക്ക് അതൊരു സുഗ്രാഹ്യമായി സ്വീകരിച്ചു, വഴിപാട് പോലെ സ്വീകരിച്ചു എന്നൊക്കെയാ പറയുന്നത്. എത്ര ആ വാക്കിനകത്ത് തന്നെ ഒരു സുഗന്ധം നമുക്ക് കാണാനായിട്ട് കഴിയും, അല്ലെ? അവർ കൊടുത്തുവിട്ട ആ ഓഫറിങ്, ആ സ്തോത്രക്കാഴ്ച, മിഷൻ ഫണ്ട് തന്റെ കൈകളിൽ ഒരു ഫ്രാഗ്രന്റ് ആയിട്ട്, ഒരു സുഗന്ധമായിട്ട് അദ്ദേഹം സ്വീകരിച്ചു. ഒരു ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന വഴിപാടിന്റെ സുഗന്ധം അതിനകത്ത് അദ്ദേഹത്തിന് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതൊരു സാക്രിഫൈസ് കൂടെ ആയിരുന്നു, അല്ലെ? കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ഒരു ത്യാഗം സഹിക്കാതെ കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ദൈവം എനിക്ക് തന്നതാണ്, ഇത് എനിക്ക് അനുഭവിക്കാൻ വേണ്ടിയാണ് എന്ന കാഴ്ചപ്പാടോടെ ആയിരുന്നെങ്കിൽ അവർക്കത് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിലൊരു ഭാഗം എനിക്ക് ദൈവം തന്ന നന്മ, ദൈവം തന്ന സാമ്പത്തിക അനുഗ്രഹം, ദൈവം തന്ന ജോലി, ദൈവം തന്ന ആരോഗ്യം, ഇതിനെല്ലാം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ, നന്ദി കരയേറ്റാൻ, ദൈവത്തിന് നന്ദി പ്രകടമാക്കാൻ ഒരു വഴി, അതിൽ നിന്ന് ഒരു ഓഹരി ദൈവനാമത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യവ്യാപ്തിക്ക് വേണ്ടി, ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നീക്കിവെക്കുന്നതാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു, അവർ മനസ്സിലാക്കി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ കാഴ്ചപ്പാട് നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്, ഇല്ലാതെയായി പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നമുക്ക് ഈ കാഴ്ചപ്പാട് നമ്മെ വിട്ടു പോകാതിരുന്നാൽ അത് നമുക്കും നമ്മുടെ തലമുറകൾക്കും
ദൈവരാജ്യത്തിനും അനുഗ്രഹമായി ഭവിക്കും. കർത്താവിന്റെ നാമത്തിന് വേണ്ടി വിതച്ചിട്ടുള്ളവരൊന്നും നിരാശപ്പെട്ടു പോയിട്ടില്ല. നിങ്ങളിൽ പലരും ഒരുപക്ഷെ രണ്ടാം തലമുറയോ മൂന്നാം തലമുറയോ ആയിരിക്കാം കർത്താവിന്റെ ആമേൻ കർത്താവിനെ യേശുവിനെ സ്വീകരിച്ച കുടുംബങ്ങളിൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അപ്പച്ചന്മാരോടോ അമ്മച്ചിമാരോടോ ഒക്കെ ചോദിച്ചു നോക്കണം, അവരുടെ ചെറുപ്പകാലത്ത് അവർ വിശ്വാസത്തിൽ വന്ന വേളയിൽ അവരെങ്ങനെ ദൈവവേലയെ പിന്തുണച്ചു എന്ന്, എങ്ങനെ ദൈവദാസന്മാരെ സഹായിച്ചു എന്ന്, ദൈവസഭയെ അവരെങ്ങനെ പോറ്റി പുലർത്തി, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് വേണ്ടി എങ്ങനെ അവർ ചെലവിട്ടു എന്ന്. നമുക്കുള്ളതിന്റെ ഒരുപക്ഷെ 100-1 സമ്പത്ത് പോലും അവർക്കില്ലായിരുന്നു, 100-1 വരുമാനം പോലും ഇല്ലായിരുന്നു. പക്ഷേ അവരന്ന് ചെലവിട്ടതിന്റെ ഫലമാണ് ഇന്ന് നാം ഉൾപ്പെടെ അനുഭവിക്കുന്ന അനുഗ്രഹവും അഭിവൃദ്ധിയുമെന്ന് മറന്നു പോകാതിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ റോമൻ കാരാഗൃഹത്തിൽ കിടക്കല്ലേ, ഈ ജയിലറെ കിടക്കുന്ന പൗലോസിന് ഇനി എന്തോ ആവശ്യം എന്ന് ചിന്തിച്ച് അവര് കൊടുക്കാതിരുന്നില്ല. ജയിലറയിൽ കിടക്കുമ്പോൾ പോലും അവര് കൊടുത്തയക്കുകയാണ്. അപ്പോൾ ഇഫ് യു ഹാവ് എ വിൽ, ഇഫ് ദർ ഈസ് എ വിൽ ദർ വിൽ ബി എ വേ. തടവറയിൽ കിടക്കുകയല്ലേ, ഇനിയിപ്പോ ഞങ്ങൾ എങ്ങനെ എത്തിക്കുന്നത് എന്നൊന്നും അവർ ചിന്തിച്ചില്ല. ഒരാളെ അതിനായിട്ട് തെരഞ്ഞെടുത്ത് അയാളുടെ ജോലി കാര്യങ്ങളെല്ലാം അയാൾ മാറ്റിവെച്ച് പോയി വരുന്നത് വരെയുള്ള മറ്റെല്ലാ പേഴ്സണൽ ഫാമിലി നീഡ്സും എല്ലാം അവരെ വിട്ടയച്ച് എപ്പഫ്രാദിത്തോസ് എന്ന വ്യക്തിയെ ചുമതലപ്പെടുത്തി ആ മനുഷ്യൻ അതിനുവേണ്ടി ത്യാഗം സഹിച്ച്, അന്നത്തെ യാത്ര ഇന്നത്തെ പോലെ അല്ലല്ലോ, കപ്പൽ കയറി യാത്ര ചെയ്യുക, കടലുകൾ കടന്ന് യാത്ര ചെയ്യുക, ചിലപ്പോൾ ഉദ്ദേശിച്ച സമയത്ത് എത്തണമെന്നില്ല, ഇതിനിടയ്ക്ക് പല പ്രയാസങ്ങളും നേരിടും. ഈ എപ്പഫ്രാദിത്തോസ് അവിടെ ചെന്ന് രോഗിയായി കിടന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ ഇതൊന്നും വകവയ്ക്കാതെ, അല്ലെങ്കിൽ ഇതെല്ലാം സഹിച്ചുകൊണ്ട്, ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ പോലും ചെന്ന് കണ്ട് ഒരു സ്തോത്ര കാഴ്ച കൊടുക്കുന്ന ഒരു സഭയെ നമുക്ക് കാണാനായിട്ട് കഴിയും. പോയി കണ്ടത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? ഹല്ലേലൂയ. ചെന്ന് കണ്ടത് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് പൗലോസിനെ കുറിച്ച് പലരും പലതും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. പൗലോസ് ഈ തടവറയിലായിരിക്കുമ്പോൾ പൗലോസിനെ ഉപദ്രവിക്കണമെന്ന് വെച്ച് പ്രവർത്തിക്കുന്നവരെ കുറിച്ച് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ആ സഭ അതൊന്നും വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ അതിനൊന്നും ഞങ്ങൾക്കറിയാം ആ ദൈവദാസനെ, ഞങ്ങളുടെ അടുത്തായിരുന്ന കാലയളവിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചത് ഞങ്ങൾക്കറിയാം, ആ മനുഷ്യന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ സമർപ്പണം ഞങ്ങൾക്കറിയാം. ആ തടവറയിലായിരിക്കുമ്പോൾ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നാൻ പാടില്ല. ഞങ്ങളുടെ സഭയിൽ നിന്ന് ഒരാൾ പോയി കാണും. എത്ര മനോഹരമായ ഒരു ചിത്രമാണ് ഈ ഫിലിപ്പിയ സഭ നമുക്ക് ഇതിലൂടെ, ഈ ഒരു ശുശ്രൂഷയിലൂടെ, ഈ പിന്തുണയിലൂടെ നൽകിത്തരുന്നത് എന്ന് കാണാനായിട്ട് നമ്മുടെ കണ്ണുകളൊന്ന് പ്രകാശിക്കട്ടെ. അപ്പോ പ്രഥമവും പ്രധാനവുമായ കാരണം സഭ നൽകിയ പിന്തുണയാണ്, തുടക്കം മുതൽ അതുവരെ നൽകിയ പിന്തുണയാണ്. ഇനി ചില സെക്കൻഡറി റീസൺസ്, ലേഖനം എഴുതാനുള്ള ചില ദ്വിതീയ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ആമേൻ. ദ്വിതീയ കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരെ ഉറപ്പിക്കുന്നതിനും തന്റെ മാനസിക അവസ്ഥയെക്കുറിച്ച് അവർക്കുള്ള ആശങ്ക ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ്. നമുക്ക് ആ വാക്യം, ആ വേദഭാഗം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. 2-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അവരെ ഉറപ്പിക്കുന്നതിനും പൗലോസിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് അവർക്കുള്ള ആശങ്ക ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നത്. നോക്കാം 2:17 മുതൽ. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും, അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ, എന്നോടുകൂടെ സന്തോഷിപ്പിൻ. എന്ന് പറഞ്ഞാൽ തടവറയിലായി പോയെങ്കിലും എൻ്റെ ആവേശം ഒട്ടും കുറഞ്ഞിട്ടില്ല. രക്തം ചിന്തേണ്ടി വന്നാലും ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും. നിങ്ങൾ അതേക്കുറിച്ച് ഭാരപ്പെടണ്ട. ഇനിയിപ്പോ അദ്ദേഹം തളർന്നു പോകുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. ഞാനിപ്പോഴും ആ കർമ്മ യോഗിയായി തന്നെ, സുവിശേഷ വേലയോടുള്ള സമർപ്പണത്തിനും അതിനുവേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും അതിനും തയ്യാറായി തന്നെ ഞാനിവിടെ ആയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്, അവരോട് അറിയിക്കുകയാണ്. അടുത്ത 19-ാം വാക്യം. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവ് യേശുവിൽ ഞാൻ ആശിക്കുന്നു.
നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. എന്ന് പറഞ്ഞാൽ അതിനകത്തൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാനിവിടെ ഒറ്റപ്പെട്ടിട്ടൊന്നുമില്ല, എന്റെ കൂടെ ആരുണ്ട്? തിമോത്തിയോസ് ഉണ്ട്. ഒരപ്പനും മകൻ ശുശ്രൂഷ ചെയ്യുന്നത് പോലെ അവൻ എന്നെ ശുശ്രൂഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആരും ഇവിടെ ഇല്ല എന്ന് നിങ്ങൾ ഭാരപ്പെടണ്ട, എന്നോട് കൂടെ തിമോത്തിയോസ് ഉണ്ട് എന്ന് പറയുകയാണ്. താൻ ഒറ്റപ്പെട്ടിട്ടില്ല, തനിക്ക് ആവശ്യമായ ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ ഒരാളെ ദൈവമാക്കി എന്ന് കൂടെ പറയുകയാണ്. 23-ാം വാക്യം, ആകയാൽ എന്റെ കാര്യം എങ്ങനെ ആകുമെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു, ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ തടവറ വാസം ഏറെക്കാലം മുന്നോട്ട് പോകയില്ല എന്നാണ് കരുതുന്നത്. അതിനെക്കുറിച്ചുള്ള വെർഡിക്റ്റ്, വിധിയൊക്കെ വന്നിട്ട് അതുകൂടെ അറിയിക്കാനായിട്ട് ഞാൻ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുത്തോട്ട് അയക്കാം. അപ്പോ രണ്ടാമത്തെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത്, ഈ ലേഖനം എഴുതാനുള്ള കാരണത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നത് അവരെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഞാനിവിടെ ആയിപ്പോയി എന്ന് ഓർത്ത് നിങ്ങൾ പ്രയാസപ്പെടുകയൊന്നും വേണ്ട, ഇതൊക്കെ ശുശ്രൂഷയുടെ ഭാഗമാണ്. ആമേൻ. അവരെ ഉറപ്പിക്കാൻ, പിന്നെ തന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് അവർക്കുള്ള ആശങ്ക ലഘൂകരിക്കാൻ, ഞാൻ സ്ട്രോങ് ആണ് എന്ന് അവരെ അറിയിക്കാൻ. പിന്നെ മറ്റൊരു കാരണം, ഈ സെക്കൻഡറി റീസൺസിൽ മറ്റൊരു കാരണം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, സഭയിലെ 2 മഹിളാരത്നങ്ങളായ യുവോദ്യയും സുന്ദുകയും പൂർണ്ണമായും തമ്മിൽ നിരക്കുന്നതിന്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ സഭയിൽ ഒരു നിരപ്പ് ഉണ്ടാകണം. ഈ സഭ ഒത്തിരി കാര്യങ്ങളിൽ 99.99% പെർഫെക്റ്റ് ആണ്. എങ്കിലും കണ്ണിൽ കരടുന്ന പോലെ, അല്ലെ, ഒരു വെള്ള പേപ്പറിൽ ഒരു സ്പോട്ട് എന്നതുപോലെ ഒരു ചെറിയ പ്രശ്നം. അവിടെ 2 സഹോദരിമാര് തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല, അത്ര നല്ല അഭിപ്രായ ഐക്യതയിലല്ല. അത് അത്ര നല്ല കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. അവര് തമ്മിൽ നിരക്കണം. അത് ദൈവമക്കൾക്ക് പറ്റിയതല്ല. ദൈവസഭയിൽ പിണങ്ങിയിരിക്കുന്നത്, ഭിന്നിച്ചിരിക്കുന്നത്, ദൈവമക്കൾ തമ്മിൽ കൂടിച്ചേരാതിരിക്കുന്നത് ദൈവമക്കൾക്ക് പറ്റിയ കാര്യമല്ല. യേശു ക്രൂശിൽ മരിച്ചതെന്തിനാ? ദൈവത്തെയും നമ്മയും തമ്മിൽ നിരപ്പിക്കാൻ വേണ്ടിയാണ്. യേശുവിനെ പീലാത്തോസ് വിസ്തരിക്കുമ്പോ പീലാത്തോസ് ഒരു കാര്യം ചെയ്തു. ഹെരോദാവ് അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട്, ഗലീല പ്രദേശത്തിന്റെ ഭരണാധികാരിയാണ് ഹെരോദാവ്. യേശു ഗലീലക്കാരൻ എന്ന് അറിഞ്ഞിട്ട് ഹെരോദാവിന്റെ അടുക്കൽ അങ്ങോട്ട് അയച്ചു. അയക്കേണ്ട ആവശ്യമൊന്നും പുള്ളിക്കില്ല. പുള്ളി നോക്കിയപ്പോൾ നല്ലൊരു അവസരം, ഹെരോദാവുമായിട്ടൊന്ന് നിരപ്പ് പ്രാപിക്കാൻ നല്ലൊരു അവസരം. യേശുവിന്റെ വിസ്താര വേളയിൽ പോലും ശത്രുക്കളായിരുന്ന 2 പേരെ തമ്മിൽ നിരപ്പിക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് കർത്താവ് അവിടെ അത് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവസഭയിൽ ആരും ഭിന്നിച്ചിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങളുടെ ചിലർ പറയുന്നത് ഞാൻ പത്രോസിന്റെ പക്ഷമാണ്, കേഫാവിന്റെ പക്ഷമാണ്, ചിലര് അപ്പല്ലോസിന്റെ പക്ഷത്താണെന്ന് പറയുന്നു. പിന്നെ പൗലോസിന്റെ പക്ഷക്കാരനും ഉണ്ടോന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. ഇനി ചിലര് പറയുന്നത് ഞാൻ യേശുവിന്റെ പക്ഷക്കാരൻ, അങ്ങനെയുണ്ട്. ഞാൻ ഇവരുടെ ഒന്നും കൂട്ടത്തിലല്ല, അതുകൊണ്ട് ഇവരുമായിട്ടൊന്നും എനിക്ക് ഒരു ബന്ധമില്ല, ഞാൻ കർത്താവിന്റെ പക്ഷത്താന്ന് പറയും. ഇവരിൽ നല്ല അകലം പാലിക്കുന്ന പക്ഷക്കാരൻ. അതൊരു പോസിറ്റീവായിട്ടല്ല പൗലോസ് പറയുന്നത്. ഇപ്പൊ യേശുവിന്റെ പക്ഷക്കാരൻ എന്ന് പറയുന്ന അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് പോസിറ്റീവായിട്ടല്ല പറയുന്നത്. ആരോടും ചേരാതെ ഞാൻ യേശുവിന്റെ പക്ഷമാണ്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു പക്ഷക്കാരൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോ പറയാൻ പറ്റത്തില്ല, അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളെല്ലാം ഒരപ്പത്തിന്റെ അംശികളാണ്, ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നവരാണ്, ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഒരുങ്ങുന്നവരാണ്, ഒരേ ആത്മാവിനെ പാനം ചെയ്തവരാണ്. നമുക്ക് ഒരു കർത്താവേ ഉള്ളൂ, നമുക്ക് വേണ്ടി ഒരുവനെ മരിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തിന് നമ്മൾ ഭിന്നിക്കണം? എന്തിന് നമ്മൾ തമ്മിൽ ചേരാതിരിക്കണം? നമുക്ക് അഭിപ്രായങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. അതിന്റെ അർത്ഥം അതിന്റെ പേര് പറഞ്ഞ് ഭിന്നിച്ചിരിക്കാമെന്നല്ല, പിണങ്ങിയിരിക്കാമെന്നല്ല. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ അലൗഡ് ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ടു ബി സ്പ്ലിറ്റഡ് ഓർ ടു ബി അൺയൂണൈറ്റഡ്, അല്ലെ? യോജിക്കാതെ, ഹാർമോണിയസ് അല്ലാതെ ദൈവസഭയ്ക്കകത്തിരിക്കാൻ അനുവാദമില്ല.
അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇല്ലാന്നാണോ? അല്ല, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. തിരിച്ചാ ചിന്തിക്കേണ്ടത്. ചിലർ അങ്ങനെയാണല്ലോ. എന്നാ പിന്നെ ഞാൻ ആ വഴിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനല്ല. അതിനു വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറാകണം. സാക്രിഫൈസ് ഉണ്ടാകണം. മെന്റലി സാക്രിഫൈസ് ചെയ്യണം. നമ്മുടെ ഈഗോ എല്ലാം വിട്ടുകളയണം. എന്താ ഈ നമുക്ക് നില പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്നത് എന്താണെന്ന് അറിയാവോ? ഒരു പരിധി വരെ നമ്മുടെ ഈഗോയാണ്. ഞാൻ ശരി, ഞാൻ മാത്രം ശരി എന്നുള്ള ചിന്തയാണ്. ചില കാര്യങ്ങളിൽ നമ്മൾ ശരിയാണ്, എന്നാൽ നമുക്ക് നമ്മുടെ അറിവിനും കഴിവിനും ഒക്കെ പരിധികളുണ്ട്. ചിലതിൽ ചിലപ്പോൾ നമ്മുടെ പല കാര്യങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല മേഖലകളും ഉണ്ടായിരിക്കാം. അതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അപ്പോ നിരപ്പ് പ്രാപിപ്പിക്കാൻ കാരാഗൃഹത്തിൽ തടവറയിൽ കിടക്കുമ്പോൾ പോലും ഈ സഭയെക്കുറിച്ച് എല്ലാ നല്ല കാര്യങ്ങളും പറയുമ്പോൾ അതിന്റെ ഹൃദയത്തിനകത്തൊരു ചെറിയ വേദന, സന്തോഷിപ്പിനെന്ന് പറയുമ്പോഴൊരു ചെറിയ വേദന. സഭയിലെ 2 പ്രധാന സഹോദരിമാര് ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്നവര്, നല്ല കഴിവുള്ളവർ, ടാലന്റഡ് ആയിട്ടുള്ളവർ തമ്മില് ഭിന്നിച്ചിരിക്കുന്നത്, പിണങ്ങിയിരിക്കുന്നത് അത് ശരിയല്ല. അത് അനുവദനീയമല്ല. അവര് തമ്മിൽ നിരപ്പ് പ്രാപിക്കണം. തമ്മിൽ ക്ഷമിക്കുകയും സഹിക്കുകയും കരുതുകയും ചെയ്യുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഇതൊരു പക്ഷേ ഇന്നത്തെ എല്ലാ സഭകൾക്കും ഉള്ള ഒരു ദൂതാണ് അല്ലേ? ഓക്കെ, ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം അവിടെ വിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി ദ്വിതീയ കാരണങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്നാമതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്ന 2 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്ന യഹൂദ മതത്തിലേക്ക് പിന്മാറുവാൻ അവരെ പ്രലോഭിപ്പിക്കുന്നവരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. ഇവര് പിന്മാറിപ്പോയെന്നല്ല, നിങ്ങൾ സൂക്ഷിക്കണം, കരുതിയിരിക്കണം. നോക്കൂ, ആകാത്ത വേലക്കാരെ, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ, നാമല്ലോ പരിച്ഛേദനക്കാർ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോ പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതുമ്പോൾ അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങളെ പഴയ മതത്തിന്റെ പ്രമാണത്തിലേക്ക്, കർമ്മമാർഗത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നവർ അവിടെയും ഉണ്ട്. നിങ്ങൾ അതിൽ നിന്ന് ഒഴുകിയിരിക്കുന്നു. അക്കാലഘട്ടത്തിലെ ഒരു പ്രധാന ചാലഞ്ച് ആയിരുന്നു അത്. നിങ്ങൾ ക്രിസ്ത്യാനി ഇപ്പൊ ഇന്ന് പല സഭകളെന്ന് ഞാൻ പറയുന്നത് പലയിടത്തും ഒക്കെ പിടിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടതൊക്കെ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ അതൊക്കെ ഇരുന്നോട്ടെ, നിങ്ങളുടെ ഇവിടുത്തെ മെമ്പർഷിപ്പ് ഒക്കെ നിർത്തി നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഇടയ്ക്കൊക്കെ അവിടെ പോകുന്നതിന് കുഴപ്പമില്ല. ഇവിടുത്തെ മെമ്പർഷിപ്പ് ഒന്ന് മുടക്കണം. മുൻപ് അങ്ങനെ അല്ലായിരുന്നു. രക്ഷിക്കപ്പെട്ടെന്നോ സ്നാനപ്പെട്ടെന്നോ പറഞ്ഞ് ആദ്യം ചെയ്യുന്നത് പരസ്യമായി വിളിച്ചു പറഞ്ഞ് പേര് മുടക്കുമായിരുന്നു, പേര് നീക്കം ചെയ്യുമായിരുന്നു, ആ കുടുംബക്കാരെ മുഴുവൻ നാറ്റിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ സ്ഥിതി മാറി. അതില് പരാജയപ്പെടുന്ന കണ്ടപ്പോഴായിരിക്കാം. ഇപ്പൊ അതൊന്നും കുഴപ്പമില്ല. നിങ്ങള് ഒരു അഡ്ജസ്റ്റ്മെന്റില് ഇവിടെയും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ മതി എന്നേ, നമുക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന കാഴ്ചപ്പാടിലേക്ക് പലരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതുപോലെ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ ശരിയാണ്. നിങ്ങൾ സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്നതും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതും ഒക്കെ ശരിയാണ്. പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ പരിച്ഛേദന കൂടെ ഏക്കണം. നമ്മുടെ പിതാക്കന്മാര് പിന്തുടർന്നു പോന്നിരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ മറന്നു കളയരുത്, വിട്ടുകളയരുത് എന്നൊക്കെ പറഞ്ഞ് വരുന്ന യഹൂദ മതത്തെ പിന്തുടരാൻ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ കരുതിയിരിക്കണം, സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അവര് നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കുന്ന പോലെയൊക്കെ പറയാൻ വന്നിരിക്കും. പക്ഷെ നിങ്ങൾ നീതീകരിക്കപ്പെട്ടത്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് വിശ്വസിച്ചിട്ടാണെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കൃപയിൽ നിങ്ങൾ നിലനിൽക്കണം, പുറകോട്ട് പോകരുത് എന്ന് അവരെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം ഈ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന് ഉള്ളത്. ഹല്ലേലൂയ. ആമേൻ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടുപേരെ നിരപ്പിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ സഭയുടെ ഐക്യതയ്ക്കായിട്ട് 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക, വല്ലതിനും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. നിങ്ങളെല്ലാവരും സഹോദരന്മാരെ എന്നെ അനുകരിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. ആമേൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്റ്റീവായിരിക്കണം. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യം, അതിൽ പുറകോട്ട് പോകരുത്.
ഒരുമിച്ച് നിന്ന് കൃപയിൽ ബലപ്പെട്ട് ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾ ഈ ദൈവകൃപയിൽ വർദ്ധിച്ച് വളരണം. ഹല്ലേലൂയ. ആമേൻ. ഈ ആലോചന അവർക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഈ ലേഖനം എഴുതിയതിന്റെ ലക്ഷ്യം, ഉദ്ദേശ്യം എന്ത് എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചത്. ആമേൻ. സ്തോത്രം. നമുക്ക് കർത്താവ് നൽകി തന്ന തിരുവെഴുത്തുകളുടെ ലക്ഷ്യം എന്താണ്? ദൈവവചനം നമുക്ക് നൽകിയതിന്റെ ലക്ഷ്യം എന്താണ്? നാം അത് എല്ലാ ദിവസവും ധ്യാനിക്കുകയും വായിക്കുകയും പഠിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യാൻ വേണ്ടിയാണ്. ആമേൻ. എനിക്ക് വളരെ ഇഷ്ടമുള്ള, കർത്താവിൽ നിദ്ര പ്രാപിച്ചൊരു ക്രിസ്തീയ പ്രഭാഷകനാണ് ആർ കൃഷ്ണൻകുട്ടി എന്ന വിശ്രുതനായ പ്രസിദ്ധനായ ഒരു ദൈവദാസൻ. അദ്ദേഹത്തിന്റെ എല്ലാ ഉപദേശാശയങ്ങളോടും ഞാൻ യോജിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഒത്തിരി നല്ല കാര്യങ്ങൾ എനിക്ക് പ്രോത്സാഹനം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, ബൈബിൾ പൂജാമുറിയിൽ വെച്ച് പൂജിക്കേണ്ട ഒരു പൂജാവസ്തു അല്ല. കണ്ണാടിപ്പെട്ടിയിൽ കാഴ്ചയ്ക്കായി വയ്ക്കേണ്ട ഒരു ഷോക്കേസ് വസ്തു അല്ല. ഇത് പ്രയോഗിക്കാനുള്ള ആയുധമാണ്. പൂജാമുറിയിൽ പൂജാവസ്തുവായി വെച്ച് പൂജിക്കാനുള്ള ഒരു പൂജാ വിഷയമല്ല. കണ്ണാടിപ്പെട്ടിയിൽ ഷോക്കേസിൽ ഒരു ഷോ പീസായി വെക്കാനുള്ളതല്ല ബൈബിൾ. ഇത് ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള ആയുധമാണ്. നിരന്തരം ദൈവവചനം മനനം ചെയ്ത്, ധ്യാനിച്ച്, ഉത്ഖനനം ചെയ്ത്, പഠിച്ച്, ഇനിയും മനസ്സിലാക്കിയിട്ടില്ലാത്ത, ഗ്രഹിച്ചിട്ടില്ലാത്ത ആത്മീയ ആലോചനകൾ, ദൂതുകൾ, ദൈവവചന യാഥാർത്ഥ്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന ആവേശത്തോടെ ഇതിനെ എല്ലാ ദിവസവും വായിച്ച് ഗ്രഹിച്ച് അതിൽ നിലനിൽക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തിരുവെഴുത്തിനെ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഹല്ലേലൂയ. നാം അത് എത്രത്തോളം പിന്തുടരുന്നുണ്ട്, എത്രത്തോളം നാം ഇത് ആമേൻ ആ ഉദ്ദേശ്യത്തെ പൂർത്തീകരിക്കുന്നുണ്ട്. നമ്മെക്കുറിച്ചുള്ള വിളിയുടെയും തെരഞ്ഞെടുപ്പിന്റെയും ലക്ഷ്യം എന്താണ്? അതിൽ പേഴ്സണൽ പർപ്പസ് പ്ലാൻ ഉണ്ടായിരിക്കാം. കുടുംബമായി നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരിക്കാമെന്നല്ല, ഉണ്ട്. സഭയായി നമ്മെക്കുറിച്ചൊരു ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. വ്യക്തിപരം, കുടുംബപരം, സഭാപരം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കൂടാതെ നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു യൂണിവേഴ്സൽ പ്ലാൻ നമ്മെക്കുറിച്ച് ദൈവത്തിനുണ്ട്. ഒരു ആഗോള പദ്ധതി നമ്മെക്കുറിച്ച് ദൈവത്തിനുണ്ട്. ദൈവസഭയുടെ, ദൈവരാജ്യത്തിന്റെ ആഗോള പദ്ധതിയുടെ ഭാഗമാണ് ഞാനും നിങ്ങളുമെന്ന് മറക്കരുത്. ഈ ലക്ഷ്യം, ഈ ചിന്ത, ഈ ദർശനം എപ്പോഴാണോ നമ്മെ വിട്ട് അന്യമാകുന്നത്, എപ്പോഴാണോ അത് ഡീക്കേ ചെയ്യുവാൻ തുടങ്ങുന്നത്, അപ്പോൾ മുതൽ വേറെ പലതും ആ സ്ഥാനം കൈയടക്കും, ആ സ്ഥാനം പിടിച്ചെടുക്കും. അവിടെ മറ്റു പലതും പ്രയോറിറ്റി ഉള്ളതായി മാറും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈഗോസ് അല്ലെങ്കിൽ മറ്റ് പലതും ആ സ്ഥാനം കൈയടക്കും. എവിടെയാ? എന്തിനെന്നെ വിളിച്ചിരിക്കുന്നു, എന്തിനെന്നെ കുടുംബമായി ദൈവം ആക്കി വെച്ചിരിക്കുന്നു, എന്താണ് ഈ സഭയെ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ഉദ്ദേശ്യം, ഇത് മറന്നു കളയുന്ന, ഈ ചിന്ത ചെയ്യുവാൻ തുടങ്ങുന്ന സമയം വേറെ ദുഷിച്ച പലതും, ദൈവസഭയ്ക്ക് യോജിക്കാത്ത പലതും, ദൈവ പൈതലിന് യോജിക്കാത്ത പലതും നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും പ്രവർത്തനങ്ങളിലും ഇടം പിടിക്കും. നാം അതിന് ഇടം കൊടുക്കരുത്. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ശത്രുവിനോട് എതിർത്ത് നിൽക്കുക, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. കർത്താവ് അതിനായി നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ഞാൻ ഇന്ന് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഈ ലേഖനം എഴുതിയതിൻ്റെ പർപ്പസ്, ഉദ്ദേശ്യമാണ് നമ്മൾ പ്രധാനമായും ചിന്തിച്ചത്. എന്നാൽ അതിലൂടെ നാം കേട്ട ദൈവവചനത്തെ, ദൈവാലോചനകളെ ഹൃദയത്തിൽ കൈക്കൊണ്ട്, ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൽ നമുക്ക് സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം.